എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇത് മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. ഓ ഐ സി. ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു. ഗുരുതരമായ ഒരു വീഴ്ചയില്ല. ഇനിയിപ്പോ എന്നാടാ ചെയ്യാ? ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണ്. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? അതല്ല, എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഇസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. My dear members, you may receive CO. I know like it. Insert. കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് മാറ്റാൻ കഴിയില്ല എന്ന സിസ്റ്റത്തിന്റെ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ബലക്ഷയമുള്ളത് കൊണ്ട് 2 നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല. അതേ നിലയുടെ ഒരു മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ വീഴ്ചയിലാണ് മനസ്സിലാവുന്നത്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അത് നമുക്ക് ജില്ലാ കളക്ടർ അത് തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതി. വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. എന്നെ കൊണ്ട് പറയിക്കരുത്. ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു വായിച്ചെന്താണ്? അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ടാ.